ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ദുരിയാനാണ്. ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു മുള്ളൻപ്ലാത്തി, മുള്ളൻചക്ക എന്ന പോലത്തെ സാധനമാണ്. പക്ഷേ ദുരിയാനാണിത്. ഇത് ഇത്രയും വലിപ്പം സാധാരണ വരുന്നതല്ല. ഇത് ഇച്ചിരിച്ച് വലിപ്പമായി പോയി. ഇത് ഒരുപാട് ഉപകാര ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. മനം പുരട്ടുന്ന ഒരു സ്മെല്ലുള്ളതിനെ കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഇത് കഴിക്കാറില്ല. കാരണം ഭയങ്കര ബാഡ് സ്മെല്ലാണ്. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര പ്രചാരണമാണ്. മലേഷ്യ, തായ്ലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഭയങ്കര പോപ്പുലറാണ്. ഇത് ഭയങ്കര ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. പക്ഷേ ഇത് കേരളത്തിൽ അപൂർവമായിട്ട് കുറച്ചൊക്കെ ആൾക്കാരെ കഴിക്കത്തുള്ളൂ. ഇത് വായിലോട്ടെടുത്ത് വെക്കുക, ഇട്ടിട്ട് അപ്പോഴേ ഇറങ്ങി ഓടിക്കളയും. അത്രയ്ക്ക് മനം പുരട്ടുന്നൊരു സ്മെല്ലുള്ള ഫ്രൂട്ടാണ്. പക്ഷേ കഴിച്ച് കിട്ടിയാൽ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടം. അവർ അന്വേഷിച്ച് കണ്ടെത്തിയത് കഴിക്കും. ഹെൽത്തി എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി പ്രോബ്ലംസ് എല്ലാം മാറുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. റയറായിട്ടാണ് കേരളത്തിൽ വരുന്നത്. ഈ പത്തനംതിട്ട, റാന്നി അങ്ങനെയുള്ള ഭാഗത്താണ് ഇത് കൂടുതലും കാണാറുള്ളത്. റംബൂട്ടാൻ മാംഗോസ്റ്റിൻ സീസൺ ആകുമ്പോഴാണ് ഇതിൻ്റെ സീസൺ ആകുന്നത്. പക്ഷേ റംബൂട്ടാനും മാംഗോസ്റ്റിനും ഉള്ള ചിലവണക്ക് ഇതും ചിലവില്ല. ഇത് അപൂർവമായിട്ട് ചില ആൾക്കാർ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. പക്ഷേ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്.